വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഇന്നത്തെ മോർണിംഗ് ഗ്ലോറിക്ക് വേണ്ടി ഞാനും കാത്തിരിക്കുകയായിരുന്നു. ഐ എം സോ എക്സൈറ്റഡ് ആൻഡ് സോ ഈഗർ ടു ഹാവ് ഈച്ച് ആൻഡ് എവറി മോർണിംഗ് ഗ്ലോറി. കാരണം ഓരോ ദിവസവും ഞാൻ ഈ ആഴ്ചയുടെ ആരംഭത്തിൽ പറഞ്ഞ പോലെ ഒരു ഗുഡ് സ്ട്രെയിൻ വരുന്നത് പോലെ ഓരോ ബോഗിയിലും കർത്താവ് നമുക്കുള്ള ഒത്തിരി കാര്യങ്ങൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ദിവസവും നാൾതോറും നന്മകളാൽ നിറയ്ക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ കർത്താവേ, തുഷാരഗണങ്ങൾ പോലെ നിൻ്റെ അനുഗ്രഹങ്ങൾ ദേശവ്യാപകമായി ലോകവ്യാപകമായി ഇത് കാണുന്ന എല്ലാവരുടെയും മേൽ കർത്താവെ വന്നിറങ്ങട്ടെ. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരുപക്ഷെ ഈവനിങ് ആയിരിക്കാം, ദിവസത്തിൻ്റെ പല സമയങ്ങളിലായിരിക്കാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ഈ സമയത്ത് ഇത് കാണുന്നത് ഏത് സമയത്തായാലും അവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇന്ന് സ്പോൺസേഴ്സ് ഉണ്ടോ ആരെങ്കിലും? യെസ്, ഇന്ന് നമുക്കൊരു കോ സ്പോൺസർ ഉണ്ട്. കഞ്ചിക്കോട് നിന്നാണ്. അനീഷും കുടുംബവുമാണ് നമ്മുടെ സ്പോൺസേഴ്സ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അനീഷിനും കുടുംബത്തിനുമായിട്ട് പ്രാർത്ഥിക്കുന്നു. മക്കളായ എബിന് വേണ്ടി, ആൽഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ 2 പേർക്കും നല്ല വിദ്യാഭ്യാസം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഭാവി ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകട്ടെ കർത്താവെ. അതുപോലെ അവരുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബാംഗങ്ങൾ ഓരോരുത്തരും കർത്താവിൻ്റെ നാമത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നമുക്ക് ദൈവത്തെ ചേർന്ന് പാടി ആരാധിക്കാം. മുഴങ്കാൽ മടക്കുമ്പോൾ യേശുവേ എന്ന് വിളിക്കും. തിരുമുഖ ശോഭ എന്നിൽ പതിഞ്ഞിടുന്നു. കുറുമ്പൊന്നും ഓർക്കാതെ, കുറവുകൾ നനയ്ക്കാതെ അമ്മയെപ്പോലോടി വന്ന് ഓമനിക്കുന്നു. മുഴങ്കാൽ മടക്കുമ്പോൾ യേശുവേ എന്ന് വിളിക്കുമ്പോൾ തിരുമുഖ ശോഭ എന്നിൽ പതിഞ്ഞിടുന്നു. കുറുമ്പൊന്നും ഓർക്കാതെ, കുറവുകൾ നനയ്ക്കാതെ അമ്മയെപ്പോലോടി വന്ന് ഓമനിക്കുന്നു. ഈ നല്ല സ്നേഹത്തെ എന്തു വിളിക്കും? വാത്സല്യനിധിയെ നന്ദി യേശുവേ. ഈ നല്ല സ്നേഹത്തെ എന്തു വിളിക്കും? വാത്സല്യനിധിയെ നന്ദി യേശുവേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എൻ്റെ യേശുവിൻ സ്നേഹത്തെ ഓർക്കുമ്പോൾ ഉല്ലാസത്തോടെ ഞാൻ ആരാധിക്കും. എൻ്റെ യേശുവിൻ സ്നേഹത്തെ ഓർക്കുമ്പോൾ അത്യുല്ലാസത്തോടെ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എൻ്റെ യേശുവിൻ സ്നേഹത്തെ ഓർക്കുമ്പോൾ ഉല്ലാസത്തോടെ ഞാൻ ആരാധിക്കും. എൻ്റെ യേശുവിൻ സ്നേഹത്തെ ഓർക്കുമ്പോൾ അത്യുത്സാഹത്തോടെ ഞാൻ ആരാധിക്കും. ആമേൻ. 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 Are you ready? Yes. Where is your Bible? Where is your notebook? എല്ലാം എടുത്തു വയ്ക്കുക, റെഡിയാകുക. പല 7 നമ്മൾ കണ്ടു. ഇന്ന് ഒരു പ്രത്യേക ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. ഇക്വാലിറ്റി വിത്ത് ദ ഫാദർ, പിതാവിനോടുള്ള സമത്വം. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ദ 7 ഈക്വാലിറ്റീസ് ഓഫ് ജീസസ് വിത്ത് ഗോഡ് ദ ഫാദർ. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന യേശുവിന് പിതാവിനോടുള്ള 7 കാര്യങ്ങളിലെ സമത്വം. ദിസ് ഇസ് എൻ ഐ ഓപ്പണർ. ഞാൻ രക്ഷിക്കപ്പെട്ട ആദ്യകാലങ്ങളിൽ പല ഉപദേശങ്ങൾ, ആദ്യമൊക്കെ ഒന്നും അറിയില്ലായിരുന്നു.
എല്ലാം ഒന്നാണെന്നാണ് ആദ്യം വിചാരിക്കുന്നത്. പിന്നീടാണ് വിചാരിക്കുന്നത് അങ്ങനെ ഒരു ഡിനോമിനേഷനുണ്ട്, ഇങ്ങനൊരു ഡിനോമിനേഷനുണ്ട്, ഇങ്ങനൊരു സഭയുണ്ട്, അങ്ങനെ ഒരു സഭയുണ്ട്, ആ സഭയുടെ ഉപദേശം വേറെ, ഈ സഭയുടെ ഉപദേശം, ഇതൊന്നും ആദ്യകാലത്ത് അറിയില്ല. ഞാൻ ശിശുവായി ഇങ്ങനെ ജനിച്ച് ഇരിക്കുന്ന സമയത്ത് ഒന്നും അറിയില്ല. പക്ഷെ വളർന്നു വന്നപ്പോഴാണ് മനസ്സിലായത് പല പല ഉപദേശങ്ങളുണ്ട്, പല പല പരിപാടികളുണ്ടെന്ന്. എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ബൈബിൾ തന്നെയാണ് താനും. ഐ വാസ് സോ കൺഫ്യൂസ്ഡ്. കർത്താവ് എന്താണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ എന്നാൽ കൂടുതൽ ദൈവവചനം പഠിക്കാനും വായിക്കാനും തുടങ്ങിയപ്പോൾ ക്ലാരിറ്റി കൂടുതലാകാൻ തുടങ്ങി. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് യേശു, പ്രത്യേകിച്ച് യേശു ആണല്ലോ ഫോക്കസ് ഇതിൽ വരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആ യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച്, ദൈവത്വത്തെക്കുറിച്ച്, മനുഷ്യത്വത്തെക്കുറിച്ച് ഒക്കെ പഠിക്കുമ്പോൾ യോഹന്നാൻ 5-ാം അധ്യായത്തിൽ കർത്താവ് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന 7 ഈക്വാലിറ്റീസ്. പിതാവിനോടുള്ള സമത്വം. നമ്പർ 1, ഇക്വാലിറ്റി ഇൻ വർക്കിംഗ്. പ്രവൃത്തിയുടെ കാര്യത്തിൽ, പ്രവർത്തനങ്ങളുടെ കാര്യത്തിലുള്ള സമത്വം. 5-ാം അധ്യായം 19-ാമത്തെ വചനം നോക്കാം. ജീസസ് ഗേവ് ദം ദിസ് ആൻസർ. അപ്പോൾ ചിലരൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് യേശുവിനെ. കാരണം ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അനേക സ്ഥലങ്ങളിൽ ഈ വേദശാസ്ത്രികളും അല്ലെങ്കിൽ പരീശന്മാരും സാദൂക്യരുമൊക്കെ ആയിട്ട് നടക്കുന്ന നീണ്ട തർക്കങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അവർ വന്ന് വാദിക്കുന്നു, യേശു വളരെ നല്ല മറുപടി കൊടുക്കുന്നു. ഇങ്ങനെ പ്രവൃത്തിയിലൂടെ കൊടുക്കുന്നു, വാക്കുകളിലൂടെ കൊടുക്കുന്നു. ജീസസ് ഗേവ് ദം ദിസ് ആൻസർ: വെരി ട്രൂലി ഐ ടെൽ യു, the son can do nothing by himself. He can do only what he sees his father doing, because whatever the father does, the son also does. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്: ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. ഇംഗ്ലീഷ് കുറച്ചുകൂടി ക്ലിയർ ആണ്. ബിക്കോസ് വാട്ട് എവർ ദ ഫാദർ ഡസ്, ദ സൺ ഓൾസോ ഡസ്. ഞാൻ അനേക പ്രാവശ്യം പറഞ്ഞു, ത്രിയേക ദൈവത്തെ നമ്മൾ പരിചയപ്പെടുമ്പോൾ, ബൈബിൾ വെളിപ്പെടുത്തുമ്പോൾ അതിൽ 3 വ്യക്തിത്വങ്ങളുണ്ട്, 3 സെപ്പറേറ്റ് പേഴ്സൺസ് അതിനകത്തുണ്ട്. അതിൽ പിതാവായ ദൈവത്തിന് എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഏതൊരു ടീമിനും എന്തുണ്ടായിരിക്കണം? ഒരു ടീം ലീഡർ ഉണ്ടായിരിക്കണം. 2 പേരുണ്ടെങ്കിൽ പോലും അതിനൊരു ക്യാപ്റ്റൻ വേണമെന്നാണ്. 3 വ്യക്തിത്വങ്ങളിൽ പിതാവിനാണ് എപ്പോഴും പ്രോമിനൻസ് കൊടുക്കാറ്. അതിനനുസരിച്ചാണ് യേശു ഇത് പറഞ്ഞു വരുന്നത്. യേശു തന്നെത്താൻ താഴ്മയോടുകൂടെ തന്നെത്താൻ പിതാവിന് സബ്മിസീവായിക്കൊണ്ട് പറയുകയാണ്. അറ്റ് ദ സെയിം ടൈം ഹി സേസ് ദാറ്റ് വാട്ട് എവർ ദ ഫാദർ ഡസ്, ദ സൺ ഓൾസോ ഡസ്. എന്തെല്ലാം പിതാവ് ചെയ്യുന്നു അതെല്ലാം പുത്രനും ചെയ്യുന്നു. ഇൻ അതർ വേർഡ്സ്, there is an equality with the Father in operations and in working. പ്രവർത്തനങ്ങളിൽ ഒരു സമത്വം ഉണ്ട്. അതാണ് ഒന്നാമത്തേത്. കുറിച്ച് വെക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കുറിച്ച് വെക്കണം. നമ്പർ 2, 5-ാം അധ്യായം 20-ാമത്തെ വചനമാണ്. എന്ന് വെച്ചാൽ അടുത്ത വചനം: പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും. ഇനി ഇക്വാലിറ്റി ഇൻ നോയിങ്, ആ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നതിൽ. ഫോർ ദ ഫാദർ ലവ്സ് ദ സൺ ആൻഡ് ഷോസ് ഹിം ഓൾ ഹി ഡസ്. എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുന്നു. അതല്ലെങ്കിൽ പുത്രൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വരുന്നു. യെസ്, ആൻഡ് ഹി വിൽ ഷോ ഹിം ഈവൻ ഗ്രേറ്റർ വർക്ക്സ് ദാൻ ദീസ്, സോ ദാറ്റ് യു വിൽ ബി അമേസ്ഡ്. നിങ്ങൾ ആശ്ചര്യപ്പെടുന്നത് പോലെ വലിയ കാര്യങ്ങളും ഇനിയും കാണിച്ചു കൊടുക്കും. ഇതൊക്കെ വായിക്കുമ്പോൾ ചില സമയത്ത് ഒരു സംശയം തോന്നും. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് വരുന്നതിനെക്കുറിച്ച് ആ നാഴിക പിതാവ് മാത്രമല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഓ, ഐ ആം റിയലി കൺഫ്യൂസ്ഡ് ബ്രദർ. നോ നീഡ് ഓഫ് കൺഫ്യൂഷൻ. ഞാൻ ആ ഭാഗം വന്ന് പല പ്രാവശ്യം പറഞ്ഞു. അതിൻ്റെ അർത്ഥം പുത്രൻ അറിയുന്നില്ലെന്നല്ല, പിതാവാണ് തൻ്റെ ഇഷ്ടപ്രകാരം ആ ടൈം ഫിക്സ് ചെയ്യുന്നത്. പുത്രൻ അതിൽ
ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. അത് മുഴുവനായും പിതാവിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. പിതാവ് എപ്പോൾ പറയുമോ അപ്പോൾ അവൻ പുറപ്പെടും. അതാണ് അതിൻ്റെ അർത്ഥം. മൂന്നാമത്തത്, ഈക്വൽ ഇൻ റെസറക്റ്റിംഗ്. ഇക്വാലിറ്റി ഇൻ റെസറക്റ്റിംഗ്, ഉയർപ്പിക്കുന്ന കാര്യത്തിൽ. അതേ അധ്യായത്തിൽ തന്നെയുണ്ട് 21. അതുകൂടാതെ 28, 29 വചനങ്ങൾ, 3 വചനങ്ങൾ, 21, 28, 29. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. For just as the Father raises the dead and gives them life, even so the Son gives life to whom he is pleased to give it. അപ്പോൾ ഇവിടെ എന്താ കാണുന്നത്? പിതാവ് ഉയർപ്പിക്കുവന്നത് പോലെ തന്നെ പുത്രനും ഉയർപ്പിക്കുന്നു. അപ്പോൾ ആ കാര്യത്തിൽ സമത്വമുണ്ട്. 28, 29 വചനങ്ങൾ. ഇതിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. Yes. Do not be amazed at this, for a time is coming when all who are in their graves will hear his voice and come out. Those who have done what is good will rise to live, and those who have done what is evil will rise to be condemned. വചനം എത്ര ക്ലിയറാണ്. There is only black and white in the Bible, no gray area. ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഒത്തിരി പേര് സാധൂക്യർ പോലെ ഉള്ള അന്നത്തെ കാലത്തെ ആളുകളും വിശ്വസിച്ചിരുന്ന പുനരുത്ഥാനം ഇല്ല എന്നാണ്. അങ്ങനെ വാദിക്കുന്ന ഒരു സെക്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇന്നുമുണ്ട് അങ്ങനെ വിശ്വസിക്കുന്ന, പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്ന ക്രൈസ്തവരെ പോലെയുള്ള വിഭാഗങ്ങളും മറ്റുള്ള വിഭാഗങ്ങളും ഇന്നും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇതൊക്കെ എത്ര ക്ലിയർ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. പിതാവ് ജീവിപ്പിക്കുന്നത് പോലെ, പിതാവ് ഉയർപ്പിക്കുന്നത് പോലെ പുത്രനും ഉയർപ്പിക്കുന്നു. അവിടെയും യു ക്യാൻ സീ എ അനീക്വാലിറ്റി, ഒരു സമത്വം അവിടെ നിൽക്കുന്നതായി കാണാം. അപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, അവിടെ പറയുന്നത് those who have done what is good now, ഈ ഭൂമിയിൽ വെച്ച് നന്മ പ്രവർത്തിക്കുന്നവർ will rise to live, ജീവിക്കുവാൻ വേണ്ടി എഴുന്നേറ്റ് വരും. and those who have done what is evil will rise to be condemned. അവർ തിന്മ ചെയ്തവർ ന്യായവിധിക്കായി അല്ലെങ്കിൽ ശിക്ഷാവിധിക്ക് വേണ്ടി അവർ ഉയർത്തെഴുന്നേറ്റ് വരും. അപ്പോൾ ഇന്ന് മരിക്കുന്ന സകലരും ഉയർത്തെഴുന്നേൽക്കും. അതിനുള്ള അധികാരം പിതാവിനുമുണ്ട്. അതുപോലെ തന്നെ ഈക്വൽ അതോറിറ്റി പുത്രനുമുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഓൾറൈറ്റ്, 4-ാമത്തേതിലേക്ക് പോകാം. 5-ാം അധ്യായം 22 മുതൽ 22, 27 2 വചനങ്ങൾ. ഈക്വാലിറ്റി ഇൻ ജഡ്ജിങ്, ന്യായവിധിയുടെ കാര്യത്തിൽ പുത്രന് പിതാവിനോട് സമത്വമുണ്ട്. വായിച്ചു നോക്കാം. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ഓക്കെ, 27. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ന്യായവിധിയുടെ കാര്യം എടുക്കുക. പിതാവാണ് വാസ്തവത്തിൽ ന്യായം വിധിക്കേണ്ടത്. എന്നാൽ എല്ലാവരും പുത്രനെ ബഹുമാനിക്കേണ്ടതിന് ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ കാര്യത്തിലും ഒരു സമത്വമുണ്ട്. പിതാവിനെ പോലെ തന്നെ പുത്രനും ന്യായം വിധിക്കുവാനുള്ള അധികാരമുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു കോർട്ടിൽ ഒരു മജിസ്ട്രേറ്റ്, ഒരു ജഡ്ജ് ഉണ്ടെങ്കിൽ ആ ജഡ്ജിൻ്റെ വാക്കാണ് ഏറ്റവും ഫൈനൽ. അതിനു മുമ്പ് ഒത്തിരി വാദിയും പ്രതിയും അഡ്വക്കേറ്റ്സ്, ആ വാദിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിയുടെ ഭാഗത്തുള്ള അഡ്വക്കേറ്റുമാരും എല്ലാം പല കാര്യങ്ങളും സമർത്ഥിക്കുകയും വാദിക്കുകയും പ്രതിവാദിക്കുകയും അനലൈസ് ചെയ്യുകയും എല്ലാം ചെയ്ത ശേഷം ഏറ്റവും അവസാനം വിധിക്കുറിപ്പിൽ ജഡ്ജ് പറയുന്നതോടുകൂടെ എല്ലാം തീരുകയാണ്. അപ്പീൽ പോവും. ഹ്യൂമൻ കോർട്ടിലാണെങ്കിൽ അപ്പീൽ പോയി സുപ്രീം കോർട്ട് വരെയൊക്കെ വേണമെങ്കിൽ ഈ കേസും കൊണ്ട് പോകാം. എന്നാൽ സുപ്രീം കോർട്ടിൻ്റെയും മുകളിലൊരു കോർട്ടാണ് ഹെവൻലി കോർട്ട്. സുപ്രീം കോർട്ടിൽ തള്ളിയാലും സുപ്രീം കോർട്ടിൽ ഒന്നും സംഭവിച്ചില്ലേലും ഹെവൻലി കോർട്ടിൽ നിന്ന് വരുന്നതാണ് അവസാനത്തെ വിധി.
അത് മനുഷ്യൻ്റെ സകല നീതിന്യായ കോടതികളെക്കാൾ മുകളിലുള്ള ഒന്നാണ്. ഹെവൻലി കോർട്ട് എന്ന് പറയുന്നത്. അതിലിരിക്കുന്ന വിധിയാളൻ എന്ന് പറയുന്നത് യേശു കർത്താവാണ്. കാരണം പിതാവ് അവനെ സകലവും ഫലമേൽപ്പിച്ചിരിക്കുന്നു. അടുത്തത് 5-ാമത്തേതിലേക്ക് പോകാം. ഇക്വാലിറ്റി ഇൻ ഓണർ, ബഹുമാനത്തിൻ്റെ കാര്യത്തിൽ ഒത്തിരി പേരുടെ കൺഫ്യൂഷൻ ഇവിടെ വെച്ച് തീർന്നാൽ വളരെ നല്ലതായിരുന്നു. വായിച്ചു നോക്കാം. 5-ാം അധ്യായം 23. ഇപ്പോൾ നമ്മൾ വായിച്ചെന്ന് തോന്നുന്നു. ഒന്നുകൂടെ വായിക്കാം. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. 22 നേരത്തെ വായിച്ചു. ഒന്നുകൂടെ വായിക്കാം. ദ ഫാദർ ജഡ്ജസ് നോ വൺ ബട്ട് ഹാസ് entrusted all judgment to the Son, that all may honor the Son just as they honor the Father. അതേത് ഭാഗത്ത് വരുന്നത്? പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ. ഒന്നുകൂടി വായിക്കാം. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന്. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കും. ദാറ്റ് മീൻസ് ഓണറിൻ്റെ കാര്യത്തിൽ പിതാവും പുത്രനും അവിടെ സമത്വമുണ്ട്. അപ്പോൾ ഒത്തിരി പേര് പറയട്ടെ, യേശുവിനെ ആരാധിക്കാം. ഹലോ 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 യേശുവിനെ ആരാധിക്കാൻ പാടില്ല, പിതാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ ബഹുമാനം അതുപോലെ തന്നെ, ബഹുമാനവും ശക്തിയും പുകഴ്ചയും ആരാധനയും എല്ലാം പിതാവിനുള്ളതുപോലെ തന്നെ പുത്രനുമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ദൈവിക സിംഹാസനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സിംഹാസനത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന അറുക്കപ്പെട്ടതുപോലെയുള്ളൊരു കുഞ്ഞാടിനെ കാണുന്നു. ആ അറുക്കപ്പെട്ട കുഞ്ഞാടിനെയാണ് അവിടെയുള്ള 24 മൂപ്പന്മാരും 4 ജീവികളും എല്ലാം വീണ് നമസ്കരിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ എല്ലാവർക്കും യേശുവിനെ ആരാധിക്കാം. ഭൂമിയിൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് വേണ്ടി യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ച് ജീവൻ തന്നതും സ്നേഹിച്ചതും. അപ്പോൾ ഇതെല്ലാം, ഈ വചനങ്ങളെല്ലാം കൂടി എടുത്ത് പഠിക്കാത്തത് കൊണ്ടാണ് പലരും പാർഷ്യലായി പോകുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇപ്പം എത്രണ്ണം പറഞ്ഞു? ഈക്വൽ ഇൻ ഓണർ അല്ലേ? ഈക്വാലിറ്റി ഇൻ ഓണർ. 6-ാമത്തേത് ഈക്വാലിറ്റി ഇൻ റീജനറേറ്റിംഗ്, വീണ്ടും ജനനം നൽകുന്ന കാര്യത്തിൽ. 24-ാമത്തെ വചനം നോക്കാമോ? ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. നിത്യജീവൻ നൽകുന്നത് വാസ്തവത്തിൽ ആരാണ്? പിതാവാണ് നൽകുന്നത്. എന്നാൽ പുത്രന്റെ വചനങ്ങൾ കേട്ട് വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്. അതിൻ്റെ അർത്ഥം വീണ്ടും ജനിപ്പിക്കുവാനുള്ള അധികാരത്തിൻ്റെ കാര്യത്തിലും ഒരു സമത്വം നിലനിൽക്കുന്നതായി നമുക്ക് കാണാം. ഈക്വാലിറ്റി ഇൻ ഗിവിങ് റീജനറേഷൻ. ഹല്ലേലൂയ. അടുത്തത് നമുക്ക് 5-ാം അധ്യായം 26 അടുത്ത വചനം നോക്കാം. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. മീനിങ് ഈക്വാലിറ്റി ഇൻ സെൽഫ് എക്സിസ്റ്റൻസ്. തന്നിൽ തന്നെ നിലനിൽപ്പുള്ള, തന്നിൽ തന്നെ ജീവനുള്ളതായി. ഹല്ലേലൂയ. പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ട്, തന്നിൽ തന്നെ നിലനിൽപ്പുണ്ട്. അല്ലെങ്കിൽ ഈക്വാലിറ്റി ഇൻ സെൽഫ് എക്സിസ്റ്റൻസ് അക്കാര്യത്തിൽ കാണാം. അപ്പോഴും ബ്രദറെ, ഈ മൊത്തം വായിക്കുമ്പോൾ യേശു അങ്ങ് ചെറുതായതുപോലെ എനിക്ക് തോന്നുന്നു. പിതാവല്ലേ വലുത്, യേശുവല്ലേ ചെറുത്? സമത്വം എന്ന് പറയുന്നത് ശരിയാണോ എന്നൊരു ചിന്ത വരാം. ഫിലിപ്പ് ലേഖനത്തിലേക്ക് മാർച്ച് ചെയ്യൂ, 2-ാം അധ്യായത്തിലേക്ക് പോകൂ, 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കൂ. Philippians chapter 2 verse number 6 through 11. Who, being in the nature of God, did not consider equality with God something to be used to his own advantage. Oh God. വായിച്ചേ. അവൻ ദൈവരൂപത്തിലിരിക്കെ, ദൈവത്തിന്റെ സ്വഭാവത്തിലിരിക്കെ, ദൈവത്തിന്റെ പ്രകൃതത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം. എന്ത്? ദൈവത്തോടുള്ള സമത്വം. ക്ഷമാ സിസ്റ്റർ, എന്താണ് പറഞ്ഞത്? ദൈവത്തോടുള്ള സമത്വം, ഈക്വാലിറ്റി. ശരിയാണോ? യെസ്. അപ്പോ ദൈവത്തോട് അവൻ സമനായിരുന്നു. മുകളിലുമല്ല താഴെയല്ല, സമനായിരുന്നു. ഈക്വാലിറ്റി വിത്ത് ഗോഡ്, ഈക്വാലിറ്റി വിത്ത് ദ ഫാദർ. ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കെ ഈ പിതാവും പുത്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാണെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്.
ദേ ആർ ടു. യേശു കർത്താവ് സ്നാനപ്പെടാൻ നിൽക്കുക. യോർദാൻ ആണ് രംഗം. ആ സമയത്ത് സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ യേശു കർത്താവ് യോർദാൻ നദിയിൽ ഇറങ്ങി നിൽക്കുന്നു, അല്ലെങ്കിൽ കരയിൽ നിൽക്കുന്നു. സ്വർഗത്തിൽ നിന്നും ഒരാൾ സംസാരിക്കുന്നു. ആരാണത്? പിതാവായ ദൈവം. ആ സമയത്ത് തന്നെ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവായി ഇറങ്ങി വരുന്നു. ഒരേ സമയത്ത് 3 പേരെ കാണാം. ഹല്ലേലൂയ. ഇവിടെ ഈക്വാലിറ്റി, അതായത് ദൈവത്തോടുള്ള സമത്വം, ഒരു പരിഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് ഹി ഡിഡ് നോട്ട് കൺസിഡർ ഈക്വാലിറ്റി വിത്ത് ഗോഡ് സംതിങ് ടു ബി ഗ്രാബ്ഡ്. അതിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാതെ, മലയാളത്തിലും അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ, ഇവിടെ NIV പറഞ്ഞിരിക്കുന്നത് ടു ബി യൂസ്ഡ് ടു ഹിസ് ഓൺ അഡ്വാൻറ്റേജ്, സ്വന്തം നേട്ടത്തിന് വേണ്ടി അത് പിടിച്ചുകൊണ്ടിരിക്കാതെ, rather he made himself nothing by taking the very nature of a servant, being made in human likeness. ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. എന്ത് മനസ്സിലായി? സിസ്റ്റർക്ക് എന്ത് മനസ്സിലായി? ആ ബ്രദറിന് എന്ത് മനസ്സിലായി? പറ. യേശു കർത്താവ് പിതാവിനോട് സമനായി, തുല്യനായി, സമത്വത്തിലിരിക്കുമ്പോൾ അത് പിടിച്ചുകൊണ്ടിരിക്കാതെ എന്നെ ഓർത്ത്, ക്ഷമ സിസ്റ്ററെ ഓർത്ത്, നിങ്ങളെ ഓർത്ത്, നമ്മളെ വീണ്ടെടുക്കാൻ ആ ദൈവരൂപവും ദൈവ തേജസ്സും എല്ലാം കൂടെ അവിടെ അഴിച്ചു വെച്ച ശേഷം വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് ദാസ രൂപമെടുത്ത് വന്ന് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം താഴ്ത്തി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആളുകൾ പറയുന്നത് യേശു, അതാ യേശു ഒരു തച്ചൻ്റെ മോൻ, സാധാരണ മനുഷ്യൻ, പ്രവാചകൻ, ഗുരു, ഒരു ചരിത്ര പുരുഷൻ. ഇതിൻ്റെ പിന്നിൽ നടന്ന കാര്യങ്ങൾ അറിയാതെ ചുമ്മാ വാചകം അടിക്കരുത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് വായിച്ചാൽ പോരെ? എൻ്റെ ചങ്കിൻ്റെ അകത്തുനിന്ന് പ്രാർത്ഥിക്കുക. 2 കൊരിന്ത്യർ 4:4. ദൈവ പ്രതിമയായ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രകാശിക്കാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം ആ വിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കി. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ആരടാ അത്? ഈ ലോകത്തിൻ്റെ ദൈവം. ഈ ലോകത്തിൽ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ പിശാചാണ്. ആ പിശാചാണ് മനുഷ്യരുടെ, അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കിയത്. യേശുവിനെ കാണരുത്, യേശുവിൻ്റെ തേജസ് മനസ്സിലാക്കരുത്, യേശുവിൻ്റെ വ്യക്തിപ്രഭാവം എന്താണെന്നുള്ളത് മനസ്സിലാക്കരുത്. He is the radiance of His glory and the express image of His greatness. Amen. ഇത് മനസ്സിലാക്കാതിരിക്കാൻ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് വെച്ചേക്കുക. ഇനി 8ാമത്തെ വചനത്തിൽ, and being found in appearance as a man, he humbled himself by becoming obedient to death, even death on a cross. Therefore, ഈ 6 മുതൽ 8 വരെ, ഞാൻ ഏതൊരു ഗുഡ് ഫ്രൈഡേയിലാണെന്ന് തോന്നുന്നു ഞാനിങ്ങനെ സംസാരിച്ചു. 6 മുതൽ 8 വരെയുള്ള വചനങ്ങൾ ഇവിടെ നോക്കേ. 1, 2, 3, 4, 5, 6, 7 7 പടികളായി യേശു താഴേക്ക് തന്നെത്താൻ താഴ്ത്തി ഇറങ്ങി വന്ന് പാതാളം വരെ തന്നെത്താൻ താഴ്ത്തി, നെതർ വേൾഡ് വരെ. ഇനി 9 മുതൽ വായിക്കുമ്പോൾ, 9, 10, 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ നോക്ക്, 7 പടികളായി ദൈവം അവനെ ഏറ്റവും ഉയർത്തിക്കൊണ്ടുവന്നു. അപ്പോൾ യേശുവിന് അവിടെ തന്നെ ഇരുന്ന നോ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി ഇറങ്ങി വന്നിട്ട് കയറിപ്പോയത്.
യേശു പിതാവിനോട് സകലത്തിലും സമനാണ്. ആയിരുന്നു, അവനവിടെ നിന്ന് ഇറങ്ങി വന്നു, തിരിച്ച് ആ പൊസിഷനിലേക്ക് പോവുകയും ചെയ്തു. That's all. All because of you and me. All because of our sins. ഈ ഗുട്ടൻസ് ഒന്ന് പിടുത്തം കിട്ടിയാൽ രക്ഷപ്പെട്ടു. ആരെങ്കിലുമൊക്കെ ഒരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. ആരെങ്കിലുമൊക്കെ താങ്ക് യു ജീസസ് പറ. ആ കമൻറ്റ് ബോക്സിൽ 1000 പ്രാവശ്യം എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ് ഫോർ ദാറ്റ് ലവ്, താങ്ക് യു ജീസസ് ഫോർ ദാറ്റ് ലവ്. ദൈവരൂപത്തിലിരിക്കുക, ദാസരൂപമെടുത്ത്, മനുഷ്യൻ്റെ കോലമെടുത്ത് എന്നെ പോലെയായി ഈ ഭൂമിയിലേക്ക് വന്ന് തന്നെത്താൻ താഴ്ത്തി നീചമായ ക്രൂരമായ മരണത്തിലൂടെ പോയി പാതാളത്തിൽ വരെ ചെന്ന് അവിടെ നിന്ന് ഉയർത്തെഴുന്നിട്ട് സ്വർഗത്തിലേക്ക് കരേറിപ്പോയത് എന്നെ ഓർത്താണല്ലോ അപ്പാ എന്നോർത്ത് എല്ലാവരും താങ്ക് യു ജീസസ്, ഐ ലവ് യു ജീസസ്, ഹല്ലേലൂയ. ഇന്നൊരു 1000 താങ്ക് യു ജീസസ് എങ്കിൽ ഇന്ന് പറയണം, എഴുതണം, മറ്റുള്ളവരോട് പറയണം, ദൈവത്തോട് പറയാം താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആ ദൈവത്തോടുള്ള സമത്വം, ഇക്വാലിറ്റി വിത്ത് ദ ഫാദർ. പിന്നീട് താഴേക്കുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവനെ ഉയർത്തിയത് നമുക്ക് കാണാൻ കഴിയും. വണ്ടർഫുൾ, 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 വണ്ടർഫുൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കൈകൾ ഉയർത്തി ഒന്ന് എല്ലാവരും ഒന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ്, യേശു കർത്താവിന് നന്ദി പറഞ്ഞ്. ഹല്ലേലൂയ, സ്തോത്രം. ഇക്വാലിറ്റി വിത്ത് ദ ഫാദർ. പിതാവിനോടുള്ള ആ സമത്വം അവൻ മുറുകെ പിടിക്കാതെ നമ്മളെ സ്നേഹിച്ചു വന്നല്ലോ. നമുക്കൊരു സാക്ഷ്യം കേൾക്കാം, അതിന് ശേഷം നമുക്ക് പാട്ട് പാടാം. ഞാനൊന്ന് സെലക്ട് ചെയ്തോട്ടെ. ഓ വി വർഷിപ്പ് യു ജീസസ്. ഈ ഒരു സാക്ഷ്യം ഒന്ന് കേൾക്കാം. നമസ്കാരം ബ്രദർ, എൻ്റെ പേര് ഷീന. ഞങ്ങൾ കോയമ്പത്തൂർ സുലൂർ എന്നുള്ള സ്ഥലത്താണ്. ഞാനൊരു സാക്ഷ്യം പറയാനാണ് മെസ്സേജ് അയക്കുന്നത്. ഒരു 2018 മാർച്ചിൽ നടന്ന ഒരു സാക്ഷിയാണ്. ഞാനത് ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് സെൻറ്ററിൽ പോയി പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ കോയമ്പത്തൂർ ഒരെണ്ണം വന്നായിരുന്നു. അതിന് ശേഷം നടന്നൊരു സാക്ഷിയായിരുന്നു ഇത്. എനിക്കൊരു പ്രെയർ ഡയറി ഉണ്ട്. ഞാൻ ആ പ്രെയർ ഡയറിയിൽ എൻ്റെ ഹസ്ബൻഡ് എയർഫോഴ്സിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. 2018 മാർച്ച് 31 റിട്ടയർഡായി. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരു 2017 ഡിസംബർ ആ സമയങ്ങളിലാണെന്ന് തോന്നുന്നു, ഞാൻ എൻ്റെ പ്രെയർ ഡയറിയിൽ എഴുതി വെച്ചായിരുന്നു, റിട്ടയർഡായി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ദൈവം അനുഗ്രഹിച്ചൊരു ജോലി ഹസ്ബൻഡിന് കിട്ടും എന്ന് എഴുതി വെച്ചായിരുന്നു. അതിനായിട്ട് പ്രാർത്ഥിച്ച് ആ ജോലി എന്നുള്ള ഇതിൽ തന്നെ ഞാൻ 2018 മാർച്ച് 31 ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആവും. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ജോലി ലഭിക്കുന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞാൻ പ്രെയർ ഡയറിയിൽ പ്രാർത്ഥനയ്ക്ക് ലഭിച്ച മറുപടികൾ എന്നുള്ള രീതിയിൽ എഴുതി വെച്ചായിരുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തായിരുന്നു. ആ സമയത്ത് ബാങ്ക് ടെസ്റ്റൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഹസ്ബൻഡ്. അത്ഭുതമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കറക്റ്റ് 2018 മാർച്ച് 31 ഹസ്ബൻഡ് എയർഫോഴ്സ് റിട്ടയർഡായി. പിറ്റേ ദിവസം ഏപ്രിൽ 1 ആ ഡയറിയിൽ എഴുതിയിരുന്നത് പോലെ തന്നെ IBPS ബാങ്ക് എക്സാമിൻ്റെ റിസൾട്ട് വന്ന് അതിൽ ഹസ്ബൻഡ് എക്സാം ക്ലിയറായി, കാനറ ബാങ്ക് സെലക്റ്റായി. എനിക്ക് പ്രാർത്ഥന ഡയറിയിൽ വിശ്വസിച്ച് എഴുതിയതാണെങ്കിലും ഞാൻ വിശ്വസിച്ചതിനെക്കാട്ടും ഉപരിയായിട്ട് എനിക്ക് ആ സന്തോഷവും അത്ഭുതവും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇനിയുണ്ട് കുറേ, ഞാനിവിടെ നിർത്തുകയാണ്. കുറച്ച് നാൾ മുമ്പ് നടന്നതാണ്. പക്ഷേ ഇത് കൂടാതെ ഈ വാട്സപ്പിനകത്ത് വേറെ കുറേ ഓഡിയോ വന്നിട്ടുണ്ട്. ഈയിടെ വന്നതാണ് ജോലി കിട്ടിയതിൻ്റെ സാക്ഷ്യം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ കൊറോണ കാലത്ത് എല്ലായിടത്തു നിന്ന് ആളുകളെ പിരിച്ചുവിടുന്ന കാലത്ത്
ദൈവത്തോട് പ്രാർത്ഥിച്ച ഒത്തിരി പേർക്ക് ജോലി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. എങ്ങനെയുണ്ട്? എനിക്കൊരു കാര്യം മനസ്സിലായി, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആമേൻ. വിശ്വസിക്കുന്നവനൊന്നും അസാധ്യമാകുകയില്ല. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ജോലി അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക, വഴിയില്ലാത്തിടത്ത് വഴി തുറക്കുന്നതിൽ വിദഗ്ധനായ എക്സ്പെർട്ടായ ഒരു ദൈവം വേണ്ടി വന്ന് നിനക്ക് വേണ്ടി ഒരു തസ്തിക അങ്ങോട്ട് ഉണ്ടാക്കിക്കളയും. അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ലായിരുന്നു, പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അവിടെ പോസ്റ്റ് ചെയ്യും. അതുവരെ ദൈവത്തിന് സാധിക്കും. അവിശ്വാസം വേണ്ട, കർത്താവ് വഴി തുറക്കും. ഈ കാലത്ത് എത്രയോ പേർക്ക് ജോലി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അടുത്ത ദിവസങ്ങൾ അതിൻ്റെ ഓഡിയോ കേൾപ്പിച്ചു തരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ക്ഷമ സിസ്റ്റർ പ്രാർത്ഥിക്കേണ്ട, ജോലിക്ക് വേണ്ടി വിഷമിച്ചിരിക്കുന്ന യുവതിയുവാക്കന്മാർ. ഇനി ഒരു കാര്യം കൂടി, അതിൽ എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്തു, 31-ാം തീയതി റിട്ടയർ ചെയ്യുന്നു, മാർച്ച്. ഈ സഹോദരി എഴുതി വെച്ചത്, പ്രാർത്ഥന പ്രേയറിൽ എഴുതി വെച്ചത്, മാർച്ച് 31-ന് റിട്ടയർ ചെയ്താൽ ഏപ്രിൽ 1-ന് പിറ്റേ ദിവസം ജോലിക്ക് കയറണമെന്ന് എഴുതി വെച്ച്. പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതുന്ന സ്ഥലത്തല്ല എഴുതിയത്, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു എന്ന് പറഞ്ഞൊരു പേജുണ്ട്, അവിടെ എഴുതി വെച്ചിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചെന്ന്. അതുപോലെ തന്നെ ആ ഡേറ്റിൽ ജോലിക്ക് കയറി. ഇതിൻ്റെ പേരാണ് വിശ്വാസം. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. സത്യം പറഞ്ഞാൽ ദൈവമക്കൾക്ക് റിട്ടയർമെൻ്റ് ഉണ്ടോ? ഐ ഡോണ്ട് ബിലീവ്. എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്തു കഴിഞ്ഞ് ശേഷിച്ചാൽ പെൻഷനും പറ്റി ഇങ്ങനെ ഇരിക്കുക എന്ന് വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. 55 വയസ്സിൽ റിട്ടയറായി, 58 വയസ്സിൽ റിട്ടയറായി, അല്ലെങ്കിൽ അതിന് മുമ്പ് റിട്ടയർ, അല്ലെങ്കിൽ 60-ൽ റിട്ടയറായി. അതിനുശേഷം പണ്ട് ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരാൾ റിട്ടയർ ചെയ്താൽ ഓൺ ദ ഡേ യു റിട്ടയർ യു ഡൈ ബട്ട് ദ ഫ്യൂണറൽ വിൽ ബി കണ്ടക്റ്റഡ് ലേറ്റർ. എന്ന് വെച്ചാൽ പെൻഷൻ പറ്റുന്ന ദിവസം, റിട്ടയർ ആകുന്ന ദിവസം, വിരമിക്കുന്ന ദിവസം നീ ചത്തു. പിന്നെ കുഴിച്ചിടുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും, ഒന്നും ചെയ്തില്ലെങ്കിൽ. എൻ്റെ അഭിപ്രായം, റിട്ടയർ ചെയ്ത് എല്ലാവരോടും പറയണം, എൻഗേജ് യുവർ സെൽഫ് ഇൻ സംതിങ്. എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ജോലിയോ, പുറത്ത് ചെയ്യുന്ന ജോലിയോ, ഓൺലൈൻ ജോലിയോ, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും. ചുമ്മാ ജീവിതം കളയരുത്. ഞാൻ കണ്ടെത്തിയ ഒരു രഹസ്യം പറയാം. ഒരാൾ റിട്ടയർ ചെയ്യുന്ന ആ ദിവസമാണ് അയാൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെർട്ടീസ് ഉള്ളത്, ഏറ്റവും കൂടുതൽ നോളജ് ഉള്ളത്, ഏറ്റവും കൂടുതൽ അനുഭവ സമ്പത്തുള്ളത്. അയാളെ പിന്നെ ആർക്കും വേണ്ട, അയാളെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് എൻ്റെ പക്ഷം. ഇനിയാണ് അയാളുടെ ജീവിതം, ഇനിയാണ് അയാൾ ഫ്രൂട്ട്ഫുൾ ആകേണ്ടത്. അതുകൊണ്ട് റിട്ടയർ ചെയ്ത എല്ലാവരോടും ഞാൻ എൻ്റെ വിനീതമായി അപേക്ഷിക്കുകയാണ്, ഒന്നും ചെയ്യാതെ വീട്ടിൽ കുത്തിയിരുന്ന് ചൊറിഞ്ഞ്, മറ്റുള്ളവരെയും ചൊറിഞ്ഞ് ആകെ പ്രശ്നമായി ജീവിക്കാതെ, ഒരു ദിവസം കൂടി നീ എങ്ങനെ സമയം ചെലവഴിക്കും അപ്പാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ, ഐ ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറമ്പിൽ പോയി കിളക്കുകയോ, ചെടി വെക്കുകയോ, പത്രം ഇടാൻ പോവോ, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒത്തിരി കാര്യങ്ങൾ അതൊക്കെ ചെയ്യാം. ഈ അനുഭവ സമ്പത്ത് കൊണ്ട് ഒത്തിരി പേരെ മെന്റർ ചെയ്യാം, മറ്റുള്ളവർക്ക് കൺസൾട്ടേഷൻ കൊടുക്കാം. ഗവൺമെന്റിന്റെ തലത്തിലൊക്കെ റിട്ടയർ ചെയ്തവർക്ക് മറ്റുള്ളവർക്ക് ഇതെടുക്കുക, പഠിപ്പിക്കാം. എന്തെല്ലാം പരിപാടി. പറ്റിയില്ലെങ്കിൽ ബ്രദർ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, യേശുവിനെ സാക്ഷീകരിക്കാം. വേണമല്ലോ. കർത്താവേ, കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ജോലിയില്ലാത്തവർക്കായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ചെറുപ്പക്കാരായവർ അല്ലാത്തവർ, കർത്താവെ, ഈ സീസണിൽ പലരുടെയും ജോലി നഷ്ടപ്പെടുമ്പോൾ ഞങ്ങളൊന്നറിയുന്ന കർത്താവെ, ക്ഷാമകാലത്ത് ക്ഷേമമായി നടത്തുന്ന നീ കർത്താവ്, ഈ മക്കളെ അങ്ങ് നടത്താൻ പോകുന്നതിനായി നന്ദി. നീ ഇവരുടെ കൂടെ ഉണ്ട്, ഇവരുടെ കൂടെ ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്ന് തെളിയിക്കപ്പെടേണ്ടതിന് കർത്താവെ, അത്ഭുതങ്ങൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ നടക്കട്ടെ കർത്താവെ. ജോലി ലഭിക്കട്ടെ കർത്താവെ, നല്ല സാലറിയുള്ള ജോലി ഇവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടുള്ളവർക്കായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം വൃഥാവാക്കി കളയാതെ കർത്താവെ, ഉത്സാഹപൂർവ്വം അവരുടെ കൈകളുടെ പ്രവർത്തികൾ ചെയ്യുവാൻ കർത്താവെ അങ്ങയുടെ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത ഒടുവിൽ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ കർത്താവ്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ എന്ന വിളി കർത്താവ് കേൾക്കുവാൻ തക്ക വിധം അവിടുത്തെ കൃപ അവർക്ക് നൽകണമേ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടെ
പറയാൻ ഇപ്പോഴെൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നു. ജീവിതകാലം മുഴുവൻ ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത് ചിലർക്ക് അന്ന് ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ പണം റിട്ടയർമെൻറ്റിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കർത്താവ് വഴി തുറന്ന് തരും. നിങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും തലമുറകൾക്കും ഒരു അനുഗ്രഹമായി മാറും. ഒന്നുമില്ലെങ്കിൽ ദൈവിക ശുശ്രൂഷകൾക്ക് കൊടുക്കാൻ, പാവങ്ങളെ സഹായിക്കാൻ, പലതിനു വേണ്ടി നിങ്ങൾക്ക് ഇനിയുള്ള ആയുസ് ചെലവഴിക്കാൻ കഴിയും. തുരുമ്പെടുത്ത് പോകല്ലേ അച്ചായ, അങ്ങളെ, തുരുമ്പെടുത്ത് പോകല്ലേ. നിങ്ങളുടെ കഴിവുകൾ തുരുമ്പെടുത്ത് പോകല്ലേ. അതിനെ ഷാർപ്പൺ ചെയ്ത്, തേച്ച് ഉരച്ച് ഷാർപ്പൺ ചെയ്ത് വീണ്ടും ഉപയോഗിക്കുക. ദൈവനാമത്തിന് മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ഉപയോഗിക്കാൻ കഴിയും. കർത്താവ്, രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലുകൾ ഇപ്പോൾ അയക്കണമേ അപ്പാ. ഹല്ലേലൂയ. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ആന്തരിക അവയവങ്ങൾ സൗഖ്യമാകട്ടെ, COVID-19 സൗഖ്യമാകട്ടെ, എയ്ഡ്സ് രോഗം സൗഖ്യമാകട്ടെ, ന്യൂമോണിയ സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള രോഗങ്ങൾ, നിങ്ങളുടെ രോഗങ്ങൾ എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈനീട്ടിപ്പോൾ ആ രോഗസൗഖ്യത്തെ വിശ്വാസത്താൽ സ്വീകരിക്കുക. കർത്താവ് ബ്ലസ് ചെയ്യുന്നതിനായി നന്ദി. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. എല്ലാം ഒട്ടും മടങ്ങും, യെസ് ഫാദർ. എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. Every knee shall bow, every tongue confess that Jesus Christ is Lord. Amen. തടസ്സങ്ങളെ തകർക്കുക. ജീവിതത്തിൽ എന്ത് തടസ്സം വരും, എന്ത് തടസ്സം വന്നാലും തകർത്ത് ഭേദിച്ച് ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ സഹായിക്കുന്നൊരു പുസ്തകമാണ്. ഇംഗ്ലീഷിൽ കിട്ടും, മലയാളത്തിൽ കിട്ടും, ആമസോണിൽ കിട്ടും. പോസ്റ്റലായി ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. കൂടാതെ ഇതിൻ്റെ ബുക്ക് വേർഷൻ, കിൻഡിൽ എഡിഷൻ ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലോ ഗാഡ്ജറ്റുകളിലോ കമ്പ്യൂട്ടറിലോ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വേഗത്തിൽ വായിക്കാൻ കഴിയും. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇന്ന് വൈകിട്ട് നമുക്ക് 7 മണിക്ക് ഇന്ത്യൻ ടൈം 7 മണിക്ക് ഹോം ഫെലോഷിപ്പ് ഉണ്ട്. നാളെ ശനിയാഴ്ച ഈ ആഴ്ചയിലെ ലാസ്റ്റ് മോർണിംഗ് ഗ്ലോറി ആണ്. സംതിങ് അമേസിങ് ഈസ് വെയിറ്റിംഗ് ഫോർ അസ്. അതുകൊണ്ട് മിസ് ഔട്ട് ചെയ്യരുത്. ഈ വീഡിയോ എല്ലാവർക്കും ദയവായി യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഫോർവേഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സീ യു ടുമോറോ. ബൈ.